Audio Jungle. Audio Jungle. ഹലോ, ഡീൽസ് ഓഫ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ പൈനാപ്പിൾ തീരെ ചെറിയ കഷ്ണാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും 1 വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഞാൻ ചേർക്കാറുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തൈര് മതി. ഇനി ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് 3 പച്ചമുളകും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പൈനാപ്പിളിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ശർക്കരയും ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുമ്പോൾ പൈനാപ്പിളിന് ചെറിയ പുളി ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും കേട്ടോ. അതാണ് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചേർത്തത്. പഞ്ചസാര ശർക്കര നന്നായിട്ട് മെൽറ്റായി വരട്ടെ. ഇനി ഞാൻ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് പച്ചടിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. മുന്തിരി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തണ്ടിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോകരുത് കേട്ടോ. പൊട്ടി മുന്തിരി ചേർക്കുമ്പോൾ കറി ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ തേങ്ങ പച്ചമുളകൊക്കെ ഇട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കടുകൊന്ന് ചതച്ചെടുക്കാനുണ്ട് കേട്ടോ. മിക്കവാറും എല്ലാവരും തേങ്ങയുടെ കൂടെ കടുക് അരയ്ക്കാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ച് എടുക്കാറാണ് പതിവ്. കടുക് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ പൈനാപ്പിളിലെ പഞ്ചസാരയും ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു ഗ്ലേസിങ് വന്നിട്ടുണ്ട് കേട്ടോ പൈനാപ്പിളിന്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലർ പൈനാപ്പിൾ വേവിക്കുമ്പോൾ മുളക് പൊടി ഇട്ടിട്ട് വേവിക്കാറുണ്ട്. ഞാൻ പച്ചടി തയ്യാറാക്കുമ്പോൾ മുളക് പൊടി ഇടാറില്ല, പച്ചമുളക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. മോരുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അരപ്പ് പൈനാപ്പിളിലേക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമൊക്കെ വറ്റി വരണം. കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട് ഞാൻ. കറിവേപ്പില ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരട്ടെ. അരപ്പ് നല്ലതുപോലെ ഡ്രൈ ആയി കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർക്കാറുണ്ട് കേട്ടോ. തൈര് നന്നായിട്ട് ഉടച്ചതിന് ശേഷമാണ് ചേർക്കുന്നത്. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചെടുത്ത കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുത്തത്. കടുക് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. കടുകിട്ട് ഇളക്കിയതിന് ശേഷം കറി ഇതുപോലെ തിളച്ച് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരി ഇട്ടതിന് ശേഷം പതിയെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ മുന്തിരി എല്ലാം പൊട്ടിപ്പോകും. പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. മുന്തിരി എടുക്കുമ്പോൾ എപ്പോഴും നോർമൽ മുന്തിരി എടുക്കണം. ജ്യൂസ് മുന്തിരി എടുത്തു കഴിഞ്ഞാൽ മിക്സ് ചെയ്യുമ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ മുന്തിരിയുടെ കളറ് കറിയിലേക്കാവും കേട്ടോ. ഇനി കറിയിലേക്ക് താളിച്ചൊഴിക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്തു. കറിവേപ്പില ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിപ്പ് ചേർത്ത് ചൂടാറിയതിന് ശേഷം മാത്രം കറി മിക്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ മുന്തിരി ചൂടുകൊണ്ട് എന്തായാലും പൊട്ടിപ്പോകും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കറിയൊക്കെ തയ്യാറാക്കി ചൂടാറിയതിന് ശേഷം ലാസ്റ്റ് മുന്തിരി ചേർക്കാം. അങ്ങനെ ആകുമ്പോൾ മുന്തിരിയുടെ ആ പച്ച ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ ചേർക്കുമ്പോൾ ആ പച്ച ടേസ്റ്റൊക്കെ മാറി പ്രത്യേക ഒരു ടേസ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ സദ്യ സ്റ്റൈൽ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ വിഷുവിന് ഇതുപോലെ പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കി നോക്കണേ. പിന്നെ സദ്യ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിന് ചാനലിലെ പ്ലേലിസ്റ്റ് എന്ന ഓപ്ഷനിൽ സദ്യ എന്ന് പറയുന്ന കാറ്റഗറി എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.